ഭാരത സംസ്കൃതിയിലേക്ക് മികച്ച സംഭാവന നൽകിയ വിഭാഗമാണ് വനവാസികളെന്ന് വനവാസി കല്യാണാശ്രമം അഖില ഭാരതീയ സഹസംഘടനാ സെക്രട്ടറി പി രമേശ് ബാബു. വനവാസികളുടെ അധികാരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം കേസരിയുടെ അമൃതശതം പ്രഭാഷണ പരമ്പരയിൽ പറഞ്ഞു. കോഴിക്കോട് കേസരി ഭവനിൽ നടന്നുവരുന്ന കേസരി അമൃതശതം പ്രഭാഷണ പരമ്പര ശ്രദ്ധേയമാവുകയാണ്. വനവാസി കല്യാണ ആശ്രമം ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വിജയഗാഥകൾ എന്ന വിഷയത്തിൽ പി രമേശ് ബാബു പ്രഭാഷണം നടത്തി. കേരളത്തിൽ വനവാസികളുടെ അധികാരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ചില വിഭാഗങ്ങള് ഇന്നും വളരെ പിന്നോക്കം നിൽക്കുകയാണ്. പല കാരണങ്ങളാല് അവരെ ഉയർത്താതെ ഈ സമത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വികസനം സാധ്യമാവില്ല. വനവാസി കല്യാണാശ്രമം വനവാസികളുടെ തനിമയെ നിലനിർത്തി ഉത്തമമായ പ്രവർത്തനങ്ങൾ നടത്തി വന്നു. കൂടെ ചികിത്സാ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും. ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം അവിടെ ആദ്യമായിട്ട് ആരംഭിച്ച പ്രവർത്തനം ഒരു ഹോസ്റ്റലും അതോടൊപ്പം ഒരു വിദ്യാലയവും എന്നുള്ള നിലയിലായിരുന്നു. ഈ ഒരു പ്രവർത്തനത്തിന് വരും കാലങ്ങളിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തമമായിട്ടുള്ള യുവാക്കന്മാരെ തയ്യാറാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹോസ്റ്റലിലൊക്കെ നിർത്തി നമ്മുടെ സംസ്കാരത്തോടു കൂടിയുള്ള നല്ല പ്രവർത്തകന്മാരെ വാർത്തെടുക്കേണ്ടതിനായിട്ട് ഹോസ്റ്റൽ വിദ്യാലയങ്ങൾ പോലുള്ള സംരംഭങ്ങളും ആരംഭിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി. അങ്ങനെ ശ്രദ്ധാജാഗരണ പ്രവർത്തനം, പിന്നെ ഈ വിദ്യാലയം, ഹോസ്റ്റൽസ് ഇതുപോലുള്ള പ്രവർത്തനങ്ങള്, അതോടൊപ്പം തന്നെ ചികിത്സാ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഭാരതത്തിന്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിലെല്ലാം വലിയ പങ്ക് വഹിച്ചത് വനവാസി സമൂഹമാണെന്നും പി രമേശ് ബാബു പറഞ്ഞു. കേസരി ഭവനിൽ നടന്ന പരിപാടിയിൽ സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ അഞ്ജലി അധ്യക്ഷത വഹിച്ചു. നിരവധി പേരാണ് അമൃതശതം പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായത്. ജനം, കോഴിക്കോട്.